ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ കുസല. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു മലബാർ സ്റ്റൈൽ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ സപ്പോർട്ട്. ലൈക്കും കമൻറ്റും വന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് കമൻറ്റ് ഷെയർ ഇത് മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒരു 6 മുട്ട ഞാനിവിടെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സ്ലൈസായിട്ട് കീറി വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തിക്കായിട്ടുള്ള കുറച്ച് തേങ്ങാപ്പാൽ. ഇത് കൂടാതെ 2ാം പാൽ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു പാൽ വേറെ വേണം. അപ്പോൾ പാനിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി കീറി വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടൊരു 30 സെക്കൻഡ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സാവകാശം വഴറ്റിയെടുത്താൽ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. ഇപ്പം ഞാനൊരു 6-7 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് ഈ കളറായിട്ടുള്ളത്. ഇനിയും ഒന്നുകൂടെ ഗോൾഡൻ ബ്രൗൺ ആവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ വഴറ്റിയിട്ട് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പോൾ അതായത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത്ര കളറിൽ വന്നാലാണ് നമ്മുടെ മുട്ടക്കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്കിതൊരു 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. 1 മിനിറ്റ് വഴറ്റിയതിൻ്റെ പച്ചമണം എല്ലാം പോകും. ഞാൻ ഏകദേശം 1 മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിം വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് തക്കാളിയോട് കൂടിയിട്ട് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം, വളരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് നമ്മൾ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാൻ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയായതിനു ശേഷം നമുക്ക് ഈ പാൻ അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ അവിടെ. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഉടഞ്ഞു ചേരും ഇതിൽ. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിക്ക് കുറവായിട്ടുള്ള 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നല്ല രീതിയിൽ ഇവിടെ തിളച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
പുഴുങ്ങി വെച്ച മുട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആറ് മുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. അരമുറി ഇതിൽ കൂടുതൽ ആവശ്യമില്ല. അതിന് ഒരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ്. ഓരോ മുട്ടയും കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നന്നായിരിക്കില്ല. ഈ രണ്ടാം പാലും ഒന്നാം പാലും എല്ലാം കൂടിയിട്ട് അരമുറി നാളികേരമാണ് കേട്ടോ. ഇനി ഇതൊന്നുകൂടെ അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നാൽ ചൂടായി വന്നാൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അധികം തിളച്ച് പോകരുത് ഇത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി, മലബാർ സ്റ്റൈലിലുള്ള മുട്ടക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. അപ്പോഴാണ് ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മലബാർ സ്റ്റൈൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള മുട്ടക്കറി, രുചികരമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.